ഗ്രൂപ്പ് ഡി പരീക്ഷ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്ത പറയാനാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. RRB ഗ്രൂപ്പ് ഡിയുടെ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു യൂട്യൂബ് സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അതാണ് അസ്ത്ര ബാച്ച്. എന്താണ് ഈ ഒരു ബാച്ച് തുടങ്ങാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പൊ നമ്മൾ കണ്ടന്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, സാർ എന്നാണ് നമ്മുടെ യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പോ നിങ്ങൾ ഇനി ഒരുപാട് നാൾ കാത്തിരിക്കേണ്ട. വരും ദിവസങ്ങളിൽ തന്നെ നമ്മൾ അസ്ത്ര ബാച്ചിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ റെയിൽവേയുടെ എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ദാ വരുന്നു ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പുതിയ ഒരു ബാച്ച്, അതാണ് അസ്ത്ര ബാച്ച്. ഇപ്പോ റെയിൽവേ എക്സാമിന് വേണ്ടി സർ യൂട്യൂബിൽ എന്നാണ് ക്ലാസ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചവർക്കുള്ള ഒരു ഉത്തരമാണ് ഞാൻ തന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ക്ലാസ്സുകൾ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് എന്നുള്ള വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ തരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോ എന്താണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, പഠിച്ചു തുടങ്ങേണ്ടത്? റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ സിലബസ് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ പുതിയതായിട്ട് തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി പറയാനായിട്ട് പോകുന്നത്. റെയിൽവേയുടെ സിലബസ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അതായത് SSC എക്സാമിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളത് പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം തന്നെയാണ് റെയിൽവേ എക്സാമിലേക്ക് വരുമ്പോൾ. അപ്പൊ ഇംഗ്ലീഷ് ഇല്ല എങ്കിൽ ബാക്കി എന്താണ് സർ വെയിറ്റേജ് വരുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, കൃത്യമായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റെയിൽവേ എക്സാംസിന് എന്തില്ല, നമുക്ക് ഇംഗ്ലീഷ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട്, സയൻസ് ഒരു വലിയ ഇമ്പോർട്ടന്റ് പാർട്ടായിട്ട് തന്നെ ഈ എക്സാമിന് വരുന്നുണ്ട്. അതുപോലെ മാത്സ് വരുന്നുണ്ട്, റീസണിങ് വരുന്നുണ്ട്, നമ്മുടെ ജനറൽ അവയർനെസ് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. മാർക്ക് ഡിവിഷൻസ് മനസ്സിലാക്കി വെച്ചോ. 25 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സയൻസ് ഏരിയയിൽ നിന്ന് വരുന്നത്. അതുപോലെ 25 ക്വസ്റ്റ്യൻസ് നമുക്ക് മാത്സ് ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. 30 ക്വസ്റ്റ്യൻസ് നമുക്ക് റീസണിങ് ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. 20 ക്വസ്റ്റ്യൻസ് നമുക്ക് GK ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ GK എന്ന് മാത്രമായിട്ട് പറയുകയാണെങ്കിൽ 20 ക്വസ്റ്റ്യൻസും സയൻസ് കൂടെ ചേർത്തിട്ടാണെങ്കിൽ 45 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തുണ്ട്, സയൻസ് പ്ലസ് GK ചേർത്തിട്ടുണ്ട്. അപ്പോ 55% മാർക്ക്, 55% എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, മാത്സും റീസണിങ്ങുമാണ്. അപ്പൊ ഇതിനോടകം റെയിൽവേ പരീക്ഷ എഴുതിയിട്ടുള്ളവർക്ക് അറിയാം, മാത്സ് ആൻഡ് റീസണിങ്ങിന് 50% ആൻഡ് എബോവ് വെയിറ്റേജ് വരുന്ന പരീക്ഷയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, SSC ലെവലിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് റെയിൽവേ കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു സ്റ്റഡിയിങ് പാറ്റേൺ സിമിലർ ടു റെയിൽവേ എക്സാംസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് SSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് റെയിൽവേ എക്സാംസ് പെട്ടെന്ന് തന്നെ കിട്ടുന്നത്. ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പഠിക്കുന്ന ഒരു പാറ്റേൺ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കണം. അതായത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു PSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലൈനിലല്ല റെയിൽവേ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്. കാരണം 50% ആൻഡ് എബോവ് എന്താ മക്കളെ, മാത്സ് തന്നെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കി തന്നെ ഈ എക്സാമിന് വേണ്ടി പഠിക്കണം. കൂടാതെ 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്, 100 മാർക്കാണ് നമുക്ക് മേടിക്കേണ്ടത്. ഇതൊരു ഓൺലൈൻ പരീക്ഷ അല്ലേടാ. അപ്പോൾ ഓൺലൈൻ എക്സാം എന്ന് പറയുമ്പോൾ അതിന് മോക്ക് എക്സാംസ് പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ എക്സാം നേടിയെടുക്കാൻ പറ്റില്ല. ഇനി ഇതിന് എത്ര മാർക്കൊക്കെ മേടിച്ചാൽ നമുക്കൊരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ നമ്മുടെ വേക്കൻസി വന്നിരിക്കുന്നത് 22,000 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 22,000 ആണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോ ഒരിക്കലും നമ്മളൊരു ചെറിയ കട്ട് ഓഫ് പ്രതീക്ഷിച്ചിട്ട് ഈ പരീക്ഷയ്ക്ക് പോകരുത്. വളരെ തെറ്റായ ധാരണയാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ അത്യാവശ്യം എല്ലാ ആളുകളും SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെല്ലാം റെയിൽവേയുടെ എക്സാംസ് എഴുതാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഗ്രൂപ്പ് ഡി പരീക്ഷ ആയതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും, കിട്ടിയവരെല്ലാ ആളുകളും ഈ എക്സാമിന് പോകണം അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മുടെ ചാൻസ് കളയാനായിട്ട് ഇവർ പരീക്ഷ എഴുതാനായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ CGL പ്രിപ്പയർ ചെയ്യുന്നവർ, CHSL പ്രിപ്പയർ ചെയ്യുന്നവർ, MTS പ്രിപ്പയർ ചെയ്യുന്നവർ, ഇവരെല്ലാം റെയിൽവേയുടെ എക്സാംസും അപ്ലൈ ചെയ്യും, എഴുതും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ് ചെറിയ ഒരു കട്ട് ഓഫ് മേടിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്യുക എന്ന രീതിയിലാവരുത്. മാക്സിമം മാർക്ക് മേടിച്ച് എക്സാം പാസ് ആവണം. കാരണം ഒറ്റ പരീക്ഷ മാത്രമേ നമ്മുടെ ഫ്രണ്ടിലുള്ളൂ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണ്. ഒറ്റ പരീക്ഷ മാത്രമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. നന്നായി പഠിച്ചാൽ, നന്നായി മാർക്ക് സ്കോർ ചെയ്താൽ, SSC റെയിൽവേയുടെ ഒരു പാറ്റേൺ പിടിച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ എക്സാം എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. വല്ല തർക്കമുണ്ടോ? ഇല്ല. അപ്പൊ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ക്ലിയർലി നിങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ ഫ്രണ്ടിലുള്ളത് ഏതൊക്കെയാ? ഈ 4 സബ്ജക്റ്റുകൾ ഏതൊക്കെയാ? സയൻസ് പഠിക്കണം, മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, അതുപോലെ തന്നെ
ജനറൽ അവയർനെസ് പഠിക്കണം. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് വരുന്ന ഓൺലൈൻ CBT-1 എക്സാം. ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ് നമ്മൾ അസ്ത്ര ബാച്ചിലൂടെ തരാനായിട്ട് പോകുന്നത്. പറഞ്ഞു മനസ്സിലായോ? അസ്ത്ര ബാച്ചിലൂടെ നിങ്ങൾക്ക് കവറപ്പ്. നിങ്ങൾക്കറിയാം 2019 മുതൽ ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ഇത് പോയി കണ്ടാൽ പോലും നിങ്ങൾക്ക് ഈ വരുന്ന ഗ്രൂപ്പ് ഡി എക്സാം അത് കണ്ട് പഠിക്കുന്നവരുണ്ട്. നിങ്ങൾ ആ ചാനലിലുള്ള പഴയ ക്ലാസ്സുകളുടെ വ്യൂസ് മാത്രം പോയി നോക്കിയാൽ മതി. നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് ഈ നടക്കുന്ന എക്സാമുകൾക്ക് 2025 എക്സാമുകൾക്ക് വരെ പ്രിപ്പയർ ചെയ്ത് എഴുതുന്ന ആളുണ്ട്. 2019 മുതൽ റെയിൽവേക്ക് ഇത്ര ചിട്ടയോടെ ക്ലാസ്സുകൾ ചെയ്യുന്ന വേറൊരു അക്കാഡമിയും ഇല്ല. വളരെ കോൺഫിഡൻസ് ആയിട്ട് ധൈര്യത്തോടു കൂടി എനിക്ക് പറയാൻ പറ്റുന്നതാണ്. അത്രയ്ക്ക് ക്ലാസ്സുകൾ 2019 പ്ലേലിസ്റ്റ് മുതൽ നിങ്ങൾ പോയി നോക്കൂ. തീർച്ചയായിട്ടും റെയിൽവേ എക്സാമുകൾക്ക് എസ്പെഷ്യലി ഗ്രൂപ്പ് ഡി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല. ആവശ്യത്തിന് കണ്ടന്റുകൾ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ഇത് കൂടാതെയാണ് ഇപ്പോൾ നമ്മൾ അസ്ത്ര ബാച്ച് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ വിദ്യാർത്ഥികളും യൂട്യൂബിൽ കമന്റുകളായിട്ട് ഒരുപാട് കമന്റ്സുകളായിട്ട് എന്നോട് ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റുകളായിട്ട് രേഖപ്പെടുത്താം. ആ കമന്റുകളെല്ലാം ശ്രദ്ധിക്കുകയും അതിന് വേണ്ട മറുപടികൾ നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ ക്ലാസ്സുകളെ പറ്റി നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇങ്ങനെ വേണം സാർ, എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തും മക്കളെ. തീർച്ചയായിട്ടും അതിന് വേണ്ട ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ്. മനസ്സിലായല്ലോ? ഇനി ടോപ്പിക് വൈസ് നമുക്കൊന്ന് പോവാം. മാത്സിന്റെ സിലബസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് എന്തൊക്കെയാ? നമുക്കറിയാം നമ്പർ സിസ്റ്റം മുതൽ ചെറിയ നമ്പർ സിസ്റ്റം മുതൽ ഡെസിമൽസ്, LCM, HCF, പിന്നെ അങ്ങോട്ട് നമ്മുടെ ടോപ്പിക്കുകളിലേക്ക് വരും. റേഷ്യോ പ്രപ്പോർഷൻ വരും, ആവറേജ് വരും, അല്ലെ? ആവറേജ് വരും, പെർസെന്റേജ് വരും. ഇതെല്ലാം പല ടോപ്പിക്കുകളായിട്ട് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. മെൻസുറേഷൻ ഉണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, ജോമെട്രി, ട്രിഗണോമെട്രി, അഡ്വാൻസ്ഡ് മാത്സ്, സ്ക്വയർ റൂട്ട്, ബോർഡ് മാസ്, ടൈം ആൻഡ് വർക്ക്, LCM, HCF, ടൈപ്പ് ആൻഡ് സിസ്റ്റം, വർക്ക് ആൻഡ് ടൈം, ഏജ് കാൽക്കുലേഷൻസ്, എലിമെന്ററി സ്റ്റാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഓൾജിബ്ര, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്ന ടോപ്പിക്കുകൾ. ഒരു 10ാം ക്ലാസ് നിലവാരത്തിൽ വരുന്ന ടോപ്പിക്കുകളാണ് വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ 25 ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്. 25 ക്വസ്റ്റ്യൻസും 25 മാർക്കും നമുക്ക് മേടിക്കണം. അപ്പൊ കൃത്യമായി ഓരോ ടോപ്പിക്കും അതിന്റെ വെയിറ്റേജ് മനസ്സിലാക്കി നിങ്ങൾക്ക് തരുന്നതാണ് നമ്മുടെ ഈ ബാച്ച് എന്ന് പറയുന്നത്. അസ്ത്ര ബാച്ചിലൂടെ ഈ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് ഓർഡർലി നിങ്ങൾക്ക് ഫാക്കൽറ്റീസ് കവറപ്പ് ചെയ്തു തരും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നു, യൂട്യൂബ് നമ്മളുടെ ഒരു സപ്പോർട്ടീവ് ഫാക്ടർ മാത്രമാണ്. പറഞ്ഞു മനസ്സിലായി? നമ്മുടെ 5 വർഷത്തെ പ്ലേലിസ്റ്റുകൾ ഗ്രൂപ്പ് ഡിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഴയ ഗ്രൂപ്പ് ഡി മാത്രമല്ല റെയിൽവേയുടെ NTPC, റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്ലേലിസ്റ്റുകൾ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ നിരവധി ക്ലാസ്സുകൾ കിട്ടും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ്, പാറ്റേൺ ചേഞ്ച് എല്ലാം മനസ്സിലാക്കിയുള്ള രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും അസ്ത്ര ബാച്ചിൽ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ യൂട്യൂബിൽ നിങ്ങൾ ഒരുമിച്ച് തന്നെ അധ്യാപകരോടൊപ്പം സഞ്ചരിക്കൂ. മാത്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എടുത്തു തരാൻ വേണ്ടിയിട്ടുള്ള മിടുക്കരായിട്ടുള്ള അധ്യാപകർ ദിശ അക്കാഡമിയുടെ കൂടെ ഉണ്ട്. അവർ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പറഞ്ഞു തരും. റീസണിങ്, അടുത്ത സബ്ജക്ട് വരുന്നത് റീസണിംഗ് ആണ്. റീസണിങ്ങിന്റെ സിലബസ് എടുക്കുകയാണെങ്കിൽ റീസണിംഗ് ഞാൻ എപ്പോഴും പറയും, റീസണിങ്ങിനകത്ത് അനലോഗീസ് ഉണ്ട്, കോഡിംഗ് ഉണ്ട്, ബ്ലഡ് റിലേഷൻഷിപ്പ് ഉണ്ട്, സിമിലാരിറ്റി ഡിഫറൻസ്, അനലോഗി ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ് അസംഷൻ ഉണ്ട്, ക്ലോക്ക് ആൻഡ് കലണ്ടർ ഉണ്ട്, ആൽഫബറ്റിക് സീരീസ് ഉണ്ട്, വെൻ ഡയഗ്രംസ് ഉണ്ട്, സിലോജിസം ഉണ്ട്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ഉണ്ട്, ന്യൂമറിക്കൽ സീരീസ്, അനലിറ്റിക്കൽ റീസണിംഗ്, ഡയറക്ഷൻ, ഫിഗർ ബേസ്ഡ്, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് റീസണിംഗ്. റീസണിംഗ് ഒരിക്കലും ഇപ്പൊ നമുക്കൊരു 30 ക്വസ്റ്റ്യൻസ് തരുന്നത് നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ചെയ്യാനും നിങ്ങളുടെ ടൈം കളയാനും വേണ്ടിയിട്ടാണ് റീസണിംഗിലെ ക്വസ്റ്റ്യൻസ് തരുന്നത്. അപ്പൊ ആ 30 മാർക്കും നമുക്ക് മേടിച്ചെടുക്കണമെങ്കിൽ കൃത്യം പ്രാക്ടീസ് വേണം. കൃത്യം പ്രാക്ടീസ്. 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. കൃത്യം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നേടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഈ ടോപ്പിക്കുകൾ ഓരോന്നും സിലബസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. സിലബസ് അനുസരിച്ച് ഓരോ ടോപ്പിക്കുകൾ, ഇപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് ടോപ്പിക്കുകൾ എടുക്കുന്നുണ്ട്, മറ്റു കുറെ അധ്യാപകർ എടുക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അസ്ത്ര ബാച്ചിലൂടെ സിലബസുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരും. അതിലൂടെ എന്ത് ചെയ്യുക, ആ ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ റീസണിങ്ങിന്റെ സിലബസ് മനസ്സിലായല്ലോ. അപ്പൊ മാത്സിന്റെ സിലബസ് ഞാൻ പറഞ്ഞു. എത്ര ക്വസ്റ്റ്യൻസ്? 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. റീസണിംഗ് എത്ര ക്വസ്റ്റ്യൻസ്? 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. 55% ഓഫ് ദി എക്സാമിന്റെ മാർക്ക് എന്ന് പറയുന്നത് മാത്സ് ആൻഡ് റീസണിംഗ് ആണ്. സോ സീരിയസ്ലി നമ്മൾ ആ എടുക്കുന്ന ക്ലാസ്സുകളോടൊപ്പം തന്നെ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങളെ പലരും പല രീതിയിൽ മിസ്ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ രീതിയിലൊന്നും നിങ്ങൾ സഞ്ചരിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ ജനറൽ സയൻസ് ആൻഡ് ജനറൽ അവയർനെസ്, 10ാം ക്ലാസ് വരെയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് നമ്മുടെ 25 മാർക്സിന് വരുന്ന 25 ക്വസ്റ്റ്യൻസ് 25 മാർക്സിന് വരുന്ന ജനറൽ സയൻസ് ടോപ്പിക്സ് എന്ന് പറയുന്നത്.
ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഞാൻ പറഞ്ഞു 20 ക്വസ്റ്റ്യൻസാ വരുന്നത്. അത് ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, പൊളിറ്റി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, സ്ട്രാറ്റജിക് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് 20 ക്വസ്റ്റ്യൻസ്, നമ്മുടെ 20 മാർക്സ്. എപ്പോഴും കറണ്ട് അഫയേഴ്സിനൊക്കെ ധാരാളം പ്രാധാന്യം ഇത്തരം എക്സാമുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് ഇപ്പൊ യൂട്യൂബിൽ തന്നെ നമ്മുടെ കറണ്ട് അഫയർ സീരീസുകൾ പോകുന്നുണ്ട്. കൃത്യമായിട്ട് ആ ക്ലാസ്സുകൾ കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കറണ്ട് അഫയേഴ്സിന്റെ ഏരിയാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് സബ്ജക്റ്റുകൾ കൃത്യമായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ നല്ലൊരു ഫാക്കൽറ്റി ടീം തന്നെയുണ്ട് ദിശയുടെ കൂടെ. അസ്ത്ര ബാച്ചിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ 3 ടോപ്പിക്കുകളുടെയും ഒരു സിലബസ് കംപ്ലീഷൻ നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, സ്ട്രാറ്റജിക്ക്, കറണ്ട് അഫയേഴ്സ് പോലെയുള്ള ടോപ്പിക്കുകളും നമ്മൾ ഇതിലൂടെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കണം. ആ ലൈക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും സാധിക്കും എന്നുള്ളതിന്റെ സിമ്പലാണ്. എനിക്ക് വിശ്വാസമുണ്ട് നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് ഈ ഒരു പുതിയ ബാച്ചിന്റെ പുറകെ സഞ്ചരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിശ അക്കാഡമിയെ ഫോളോ ചെയ്യുന്ന ഒരു നല്ല ശതമാനം വിദ്യാർത്ഥികളുണ്ട്. നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികളെ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് റെയിൽവേ സർവീസുകളിലേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം. ഇപ്പൊ ഞാനും അനിൽ സാർ ഞങ്ങൾ ഇതിന്റെ ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ജോലി മാറ്റിവെച്ചിട്ടാണ് ടീച്ചിങ്ങിന്റെ പാഷനോട് കൂടിയാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുറെ ആളുകളെ നമ്മൾ ഈ ഒരു സർവീസിന്റെ ഭാഗമാക്കി. ഇപ്പൊ തന്നെ നമുക്ക് ഈ ഒരു ലാസ്റ്റ് മന്ത് തന്നെ ഏകദേശം ഒരു 70ഓളം ആളുകൾ നമ്മുടെ അക്കാഡമിയിൽ ഓഫ്ലൈനായി പഠിച്ച ആളുകൾ സെൻട്രൽ ഗവൺമെന്റ് സർവീസിലേക്ക് കയറി. ഇതിൽ പരം സന്തോഷമുള്ള കാര്യം എന്താ? ഇനി അതുപോലെ തന്നെയാണ് റെയിൽവേയിൽ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം 10-17ഓളം വിദ്യാർത്ഥികൾ ഓഫ്ലൈനിൽ നിന്ന് മാത്രം നമുക്ക് കയറി. അങ്ങനെ നമ്മുടെ നിരവധിയായിട്ടുള്ള ആളുകൾ ഓൺലൈനിലും ഓഫ്ലൈനിലൂടെ റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ, ALP, ഇനി NDPC വരാൻ കിടക്കുന്നു, ഗ്രൂപ്പ് ഡിയുടെ റിസൾട്ടുകൾ വരാൻ കിടക്കുന്നു. അടുത്ത വർഷത്തെ എക്സാമുകൾ വീണ്ടും കണ്ടക്ട് ചെയ്യപ്പെടുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നമുക്ക് ഇതിലൂടെ കയറി വരാം. ഒരുപാട് ആളുകളെ ഇതിലേക്ക് പറഞ്ഞു മനസ്സിലാക്കണം. എനിക്ക് അത് വളരെ നിർബന്ധമാണ്. കാരണം നമ്മുടെ മലയാളികളായിട്ടുള്ള കുറെ ആളുകൾക്ക് ഇത്തരം എക്സാമുകളെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ധാരണയില്ല. അവരെങ്ങനെ പഠിക്കണമെന്ന് അറിയാൻ മേലാതെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ PSC പരീക്ഷകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പൊ PSC എക്സാംസ് ഒരുപാട് പേര് എഴുതുന്നുണ്ട്. അതിന്റെ യൂട്യൂബ് ചാനലുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. PSC എക്സാംസ് ഒരുപാട് പേര് എഴുതുന്നുണ്ട്. പക്ഷേ സ്റ്റാഫ് സെലക്ഷൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന സ്റ്റാഫ് സെലക്ഷൻ റെയിൽവേ പരീക്ഷകൾ പെട്ടെന്ന് ജോലി കിട്ടുന്ന പരീക്ഷകളാണ്. ഒരുപാട് ലിസ്റ്റിൽ വന്ന് കാത്തു കെട്ടി കിടക്കേണ്ട പരീക്ഷകളല്ല. എവരി ഇയർ എക്സാംസ് നടത്തുന്നുണ്ട്. എക്സാംസ് എഴുതി നെക്സ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞ് ജോലിക്ക് കയറാൻ പറ്റുന്ന പരീക്ഷകളാണ്. പക്ഷേ നമ്മൾ കാണാതെ പഠിത്തം ഒന്നും നടക്കുകയില്ല. വൃത്തിയായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഉത്സാഹത്തോടെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ദിശ അക്കാഡമിയോടൊപ്പം സഞ്ചരിച്ചോളൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. റെയിൽവേയിലേക്ക് എൻട്രി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു. എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പ വഴിയാണ് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. വലിയ ടഫസ്റ്റ് എക്സാം ഒന്നുമല്ല. അപ്പോ ഇത് ഒന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഗ്രൂപ്പ് ഡിയെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. പ്രധാനപ്പെട്ട നമ്മുടെ പോസ്റ്റുകൾ ഏകദേശം 22,195 പോസ്റ്റുകളുണ്ട്. 18,000ഓളം ആണ് അതിന്റെ സ്റ്റാർട്ടിംഗ് ബേസിക് സാലറി. അതായത് ഏകദേശം ഒരു 35 രൂപ നമുക്കിപ്പോ കൈ കിട്ടും. 10ാം ക്ലാസ് മാത്രം ക്വാളിഫിക്കേഷൻ മതി ഇതിന്. ITA പോലുള്ളവർക്ക് അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുള്ളവർക്ക് ചില ഇന്റേൺഷിപ്പുകളുടെ ഒരു പ്രയോജനം അവിടെ കിട്ടും. അതുപോലെ തന്നെ മാർച്ച് 2ാം തീയതി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഏജ് ലിമിറ്റ് 18 മുതൽ 33 വയസ്സ് വരെയാണ്. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ വരുന്നത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. OBC കാർക്ക് 3 വർഷം, SC/ST 5 ഇയേഴ്സ്. അപ്പോൾ ഈ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യമായി കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ ഈ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ അറിഞ്ഞ ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അവരെയും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എനിക്ക് അടുത്തൊരു ചോദ്യം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ബേസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യവശാൽ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകളിൽ വന്ന് പഠിക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 6 മന്ത്സ് പഠിക്കാൻ തയ്യാറായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വേസ്റ്റ് ആകാത്ത 6 മന്ത്സ് ആയിരിക്കും ഈ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. കാരണം നമുക്ക് തന്നെ പല പ്ലേസുകളിൽ ഓഫ്ലൈൻ അക്കാഡമി ഉണ്ട്. ട്രിവാൻഡ്രമുണ്ട്, കൊല്ലമുണ്ട്, കൊട്ടാരക്കരയുണ്ട്, അതുപോലെ തന്നെ തൃശ്ശൂർ ഉണ്ട്, അതുപോലെ തന്നെ കാലിക്കറ്റ് ഉണ്ട്. ഈ 5 പ്ലേസുകളിൽ ഓഫ്ലൈൻ അക്കാഡമിയിൽ ഒരു 6 മാസം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. ഇപ്പൊ ഈ വരുന്ന 16ാം തീയതി പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. RRB ഗ്രൂപ്പ് ഡിയുടെ സെപ്പറേറ്റ് ബാച്ച്. ഒരു 6 മന്ത്സ് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ്സുകളിലൂടെ ഈ സിലബസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റും. ഇത് നിങ്ങൾക്ക് വരുന്ന എല്ലാ റെയിൽവേ എക്സാംസിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഞാൻ അതിന് 100% ഗ്യാരണ്ടി തരികയാണ്. നിഷയുടെ ഓഫ്ലൈനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സിലബസ് 100% നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് പഠിക്കാൻ യൂസ്ഫുൾ ആവും. പക്ഷെ നിങ്ങൾ പഠിക്കണം. പഠിക്കേണ്ടത് നിങ്ങളുടെ കയ്യിരിക്കുന്ന കാര്യമാണ്. എനിക്ക് എന്തേ ചെയ്തു തരാൻ പറ്റൂ? 100% നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഫോർട്ട് ഇട്ട് പഠിക്കണം. നിങ്ങൾ ആത്മാർത്ഥതയോടെ അങ്ങനെ പഠിക്കാൻ തയ്യാറുള്ളവർ മാത്രം വന്നാൽ മതി. ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിൽ പറയുന്നതാണ്. ചുമ്മാതെ ആളുകൾ വരണ്ട. പഠിക്കാൻ എഫോർട്ട് ഇട്ട് പഠിക്കാൻ ഞങ്ങൾ ഈ കണ്ടന്റ് തന്നാൽ പഠിക്കാൻ തയ്യാറായിട്ടുള്ളവർ ധൈര്യമായിട്ട് ഓഫ്ലൈനിൽ 6 മാസം പഠിക്കണം എന്ന് ഉറപ്പുള്ളവർ വന്നോളൂ. 100% പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ സിലബസ് തീർത്ത് തരും. ഇനി രണ്ടാമത് ദിശയുടെ തന്നെ ഒരു ഓപ്ഷനാണ് ദിശയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ. ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ ഓൺലൈൻ ആയിട്ട് ഈ എക്സാമിന് പഠിക്കാം. ഞാൻ അടുത്ത സൈഡുകളിൽ എന്റെ ഡീറ്റെയിൽസ് തരാം. ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് പഠിക്കാം. എന്ന് വെച്ചാൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മെന്റർ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് കൂടി പഠിക്കും. മറ്റേ ഓഫ്ലൈൻ എന്ന് വെച്ചാൽ നമ്മൾ പിടിച്ചിരുത്തി പഠിപ്പിക്കുക. എല്ലാ ദിവസവും അറ്റൻഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് എല്ലാ ദിവസവും റെഗുലർ ക്ലാസ് പോകുന്ന. ഓൺലൈൻ എന്ന് വെച്ചാൽ നിങ്ങളുടെയും കൂടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് ഒരു ടൈം ടേബിൾ വെച്ച് നിങ്ങളുടെ ക്ലാസ് പോകും. ദാറ്റ് ഈസ് കാൾഡ് ഓൺലൈൻ ക്ലാസ്സസ്. ഇനി കുറച്ചെങ്കിലും ബേസിസ് ഉണ്ട്. ഇനി തീരെ നിവർത്തിയില്ല സാർ, എനിക്ക് പഠിക്കാൻ വേറെ ഒരു വഴിയില്ല, എനിക്ക് ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? അസ്ത്ര ബാച്ച്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ 3000 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് അസ്ത്ര ബാച്ചിലൂടെ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ 3 ഓപ്ഷൻസ് അക്കാഡമി ഹൗ ടു സ്റ്റഡി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ ഈ ദിശയോട് കൂടി സഞ്ചരിച്ച് ആത്മാർത്ഥതയോടുകൂടി പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ വളരെ ജെന്യൂൻ ആയിട്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാം നേടിയെടുക്കാൻ പറ്റും. അത്ര ടഫസ്റ്റ് പരീക്ഷയൊന്നുമല്ല. പക്ഷെ നിങ്ങൾ അതിന്റെ ഒരു രീതി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന പല ആളുകളും ഉണ്ടാവും. ആ രീതിയിലൊന്നും പോയിട്ട് കാര്യമില്ല. എക്സാമിനെ മനസ്സിലാക്കി ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി ആ ഒരു രീതി പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. ഇനി ഓഫ്ലൈൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടവർക്ക് ഈ ഡേറ്റ് ഓർത്ത് വെക്കുക, ഈ കോൺടാക്ട് നമ്പർ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഫെബ്രുവരി 16 പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. നമ്പറുകൾ നോട്ട് ചെയ്യുക, വിളിക്കുക. തീർച്ചയായിട്ടും അതിന്റെ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ 5 അക്കാഡമി ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, കോഴിക്കോട്, തൃശ്ശൂർ. ഓക്കെ, ഇനി ക്രാഷ് ബാച്ച് ആണ് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട്. ഇനി ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ഓൺലൈൻ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുവേണ്ടി ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ പഠിക്കാം. ഫസ്റ്റ് 50 അഡ്മിഷൻസിന് ഈ ഒരു ഓഫറോട് കൂടി പഠിക്കാനായിട്ട് പറ്റും. നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ അവസരം യൂസ്ഫുൾ ആക്കി വളരെ ചെറിയ ഫീസ് സ്ട്രക്ചറിൽ പഠിക്കാൻ കിട്ടുന്ന അവസരമാണ്. ഇനി നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ യൂട്യൂബിലുള്ള അസ്ത്ര ബാച്ച്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് അസ്ത്ര ബാച്ചിലൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലുള്ള ക്ലാസ്സുകൾ 10 മുതൽ സ്റ്റാർട്ട്, അതായത് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ആ ക്ലാസ്സുകൾ തികച്ചും നമ്മുടെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിൽ ഫ്രീ ആയിട്ടാണ് ഫസ്റ്റ് 2 വീക്സ് ക്ലാസ്സുകൾ ഡെമോ ക്ലാസ്സുകളായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം. ഇനി ദിശയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ വിസിറ്റ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇനി അസ്ത്ര ബാച്ചിലൂടെ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. നമ്മുടെ അധ്യാപകരുടെ ക്ലാസ്സുകൾ ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രയോജനം ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സ്, സജഷൻസ് തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും ഈ വരുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷ കിട്ടട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.